എല്ലാ ഞായറാഴ്ചയും ചിക്കനാണ് കൂടുതൽ വാങ്ങാറ്. ഇന്നിപ്പോൾ വെറൈറ്റിക്ക് 1 കിലോ ബീഫ് മേടിച്ച് വയ്ക്കാമെന്ന് കരുതി ബീഫ് നന്നായി കഴുകിയതിന് ശേഷം ഞങ്ങൾ കുക്കറിലിട്ട് വേവിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കുക്കറിൽ വേവിക്കുന്നത്. അല്ലെങ്കിൽ അടുപ്പിലാണ് കൂടുതലും ബീഫ് വെക്കാറ്. ഇന്നിപ്പോൾ കുറച്ച് വൈകിപ്പോയി ബീഫ് കൊണ്ടുവന്നപ്പോൾ, അതുകൊണ്ട് പെട്ടെന്ന് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ ബീഫ് നന്നായി വൃത്തിയിൽ കഴുകി, നമ്മൾ ഈ ബീഫ് കഴുകുമ്പോൾ കുറച്ച് ചൊറുക്ക ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നീറ്റാക്കി കഴുകി അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ എല്ലാവരും അരിഞ്ഞും ചേർക്കും, പക്ഷേ ഇത് വേവിക്കുന്ന ടൈമിൽ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ശരിക്കും ആ മീറ്റിലേക്ക് ആ ഫ്ലേവർ ശരിക്കും പിടിക്കും. അതുകൊണ്ടാണ് ചതച്ച് ചേർക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല, ഇവിടെ അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബീഫിലേക്ക് ആ ചതച്ച ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. പിന്നെ മീറ്റ് മസാല ഇടണ്ട എന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോൾ ഗരം മസാല ഇട്ട് വെക്കണമെന്ന് കരുതിയതാണ്. കുറച്ച് മീറ്റ് മസാല അതിന് പേരിന് ചേർത്തു. പിന്നെ നമ്മുടെ UCP മെയിനായിട്ട്. അപ്പോൾ ഈ പൗഡറും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഓയിലും ചേർത്ത് വേണ്ട നമ്മൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ മീറ്റിലേക്ക് മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഓയിലും ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, അത് വേവാൻ വേണ്ടിയിട്ടുള്ളത്. വേവാനുള്ള വെള്ളം സാധാരണ ബീഫിലുണ്ട് അത്യാവശ്യം, എന്നാലും ഒരു പേരിന് ഒരു ശകലം വെള്ളം അതിലേക്ക് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. ഒരു 6 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടും സിമ്മിൽ ഒരു 2 വിസിൽ അല്ലെങ്കിൽ 1 വിസിൽ അടുപ്പിച്ച് അത് ഏറ് തന്നെ പോകുന്ന രീതിയിൽ കുക്കർ മാറ്റി വയ്ക്കുക. ശേഷം കുറച്ച് കൊച്ചുള്ളി, പിന്നെ 2 സവോള, 1 തക്കാളി, 4 പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. പിന്നെ തക്കാളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് ശേഷം മസാലയൊക്കെ ഇട്ടതിന് ശേഷമാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അത് ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ പൊടിയൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാൻ പോകുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. പൊടി നല്ല പച്ചമണം പോകുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി വരട്ടിയെടുക്കുക. നമ്മൾ കുറച്ച് ഓയിലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് ഓയിലും ചേർത്തതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ ആദ്യം ഒഴിച്ച ഓയിൽ കുറച്ച് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പൊടിയൊക്കെ ഇട്ടപ്പോൾ ശരിക്കും ഓയിലൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയോ പോലെ, അപ്പോൾ ആ ടൈമിന് ഒഴിച്ചതാണ്. പൊടിയൊക്കെ ശരിക്കും മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നന്നായി ചേർക്കുന്നത്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ 1 തക്കാളി മതി, അല്ലെങ്കിൽ പഴുത്ത തക്കാളിയാണെങ്കിൽ 1ഓ 2ഓ ആകാം കേട്ടോ. ഇത് പിന്നെ കൂടുതലും ഇവിടെ ഗ്രേവി ആവശ്യമാണ് കറിക്ക്, അതുകൊണ്ടാണ് ഞാൻ തക്കാളിയും കൂടി ഇട്ടത്. ചിലർ തക്കാളി ഇടില്ല. അപ്പം ഞാൻ അത് ശരിക്കും ആ തക്കാളി ഒന്ന് ശരിക്കും അതിലോട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ആ കുക്കറിലെ നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്യും അതിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് പ്രത്യേകം എനിക്കിങ്ങനെ ഒഴിക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ കറിക്ക്. നമ്മൾ അതിൻ്റെ ആ വെള്ളം തന്നെ ഒഴിച്ച് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ പൊടിയെല്ലാം അതിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് കറിക്ക് സ്പെഷ്യലായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നന്നായി
തക്കാളി ശരിക്കും അതിൽ ലയിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഒരുപാട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് എടുക്കുക. നന്നായിട്ട് ഒരുവിധം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ബീഫ് കറി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലും ചിക്കനാണ് വെക്കാറ്, എന്നാൽ കഴിക്കാൻ കൂടുതലും ഇഷ്ടം ബീഫുമാണ്. എനിക്ക് ബീഫ് ഇങ്ങനെ മറ്റുള്ളവരാരെങ്കിലും അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ചേച്ചിമാരോ ആരെങ്കിലും വെച്ച് തരുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ തന്നെ വെക്കുമ്പോൾ എനിക്ക് ബീഫ് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സമയങ്ങളിൽ മാത്രം നമ്മൾ വയ്ക്കുന്നത് നന്നാകും. അപ്പോൾ UCP കുറച്ചും കൂടി ഞാൻ ചേർക്കുകയാണ് ഒരു ഫ്ലേവറിന്. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എനിക്കെന്നല്ല, വീട്ടിലെല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. കൂടുതലും ബീഫ് വയ്ക്കുമ്പോഴാണ് കേട്ടോ ഈ പൊടി ഞാൻ കൂടുതലും ചേർക്കാറ്. അപ്പം അങ്ങനെ നന്നായി ഇളക്കിയെടുക്കുക. നല്ല ഗ്രേവിയോട് കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ടൈപ്പ് ഗ്രേവിയാണ് കിട്ടിയത്. ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെള്ളം ആയിട്ട് മാത്രം നിൽക്കാണ്ട് അത്യാവശ്യം നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെയെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന രീതിയിലുള്ളൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. വേറെ സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. അത് ഈ കറക്റ്റ് ഈ ഗ്രേവിയിൽ കിട്ടണം, ഇതാണ് ഇഷ്ടം എല്ലാവർക്കും. ഞങ്ങളിന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.